വയനാട്ടിൽ ഇന്ന് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന നടക്കും. പുഞ്ചിരിമട്ടം മുതൽ ചാലിയാർ വരെ ഇന്നും തെരച്ചിൽ നടക്കും. അതേസമയം വയനാട് ദുരന്തം നടന്ന മേപ്പാടി, മുപ്പൈനാട് ഉൾപ്പെടെയുള്ള 5 പഞ്ചായത്തുകളിൽ അതിതീവ്ര മഴയാണ് പെയ്യുന്നത്. മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമുണ്ട്. രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. രതീഷ്, ഇപ്പോൾ വയനാടുള്ള ഒരു കാലാവസ്ഥ ഏത് രീതിയിലാണ്? തെരച്ചിലിന് അനുകൂലമായൊരു കാലാവസ്ഥ തന്നെയാണോ ഇപ്പോൾ വയനാടുള്ളത്? പ്രത്യേകിച്ചും ഇന്നിപ്പോൾ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിൽ പോകുന്നു തെരച്ചിലൊക്കെ? ശ്രീകാർത്തിക, തീർച്ചയായും അതിശക്തമായ ഒരു മഴ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഈ മേഖലകളിലെല്ലാം തന്നെ ശക്തമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പുഴകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇത്തരത്തിൽ അതിശക്തമായ ഒരു മഴയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നൊരു പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുപ്പൈനാട് പഞ്ചായത്തിലെ വിവിധ മേഖലകളിലാണ് ഇത്തരത്തിൽ അതിശക്തമായ ഒരു മഴയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് തിരച്ചിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേന്ദ്രങ്ങളിലടക്കം ശക്തമായി തന്നെ മഴ തുടരുകയാണ്. ഇത് ഈ കാലാവസ്ഥ പ്രതികൂലമായത് തെരച്ചിൽ പ്രവർത്തനങ്ങളെ ഏത് തരത്തിൽ ബാധിക്കുമെന്നാണ് ഏവരും ആശങ്കയോടെ നോക്കിക്കാണുന്നത്. ഇന്ന് പ്രധാനമായും ചാലിയാർ മേഖലകളിലടക്കം തന്നെയാണ് വിദഗ്ധ സംഘത്തിന്റെ കഴിഞ്ഞ ദിവസം നടന്നതുപോലെ തന്നെ ഈ വിദഗ്ധരടങ്ങിയ സംഘമാണ് ഈ മേഖലയിലെല്ലാം തന്നെ തെരച്ചിൽ നടത്തുക. അതായത് മുണ്ടേരി പൂക്കോട് പാലം മുതലുള്ള ചാലിയാറിന്റെ തീരങ്ങളിൽ തന്നെയാണ് ഇവർ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിദഗ്ധ സംഘം തെരച്ചിൽ നടത്തിയത്. വനമേഖലയാണ്, കുത്തിയൊലിക്കുന്ന പുഴയാണ്. അത്തരത്തിൽ അതിസാഹസികമായാണ് ഈ മേഖലകളിലെല്ലാം തന്നെ ഈ ദൗത്യ സംഘം തെരച്ചിൽ നടത്തിയത്. ജനകീയമായ ഒരു തെരച്ചിലല്ല, മറിച്ച് വിദഗ്ധരായ സംഘത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, പരിചയസമ്പന്നരായ സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം മേഖലകളിലെല്ലാം തന്നെ തിരച്ചിൽ തുടരുന്നത്. തിരച്ചിൽ അവസാനിപ്പിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് നിലവിൽ മന്ത്രിസഭ ഉപസമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും പ്രധാനമായും തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്ന് മേപ്പാടി ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ ഇന്ന് വിദഗ്ധ സംഘം സന്ദർശിക്കുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച സംഘമാണ് ഇന്ന് ഇതിലെത്തുക. ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ വിദഗ്ധ സംഘമാണ് ഇന്ന് ഈ മേഖലയിലെത്തുക. അവർ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കും. കഴിഞ്ഞ ദിവസം തന്നെ അവർ ജില്ലയിലെത്തിയിരുന്നു. മന്ത്രിമാരുമായി ചർച്ച നടത്തി. മറ്റു ഇവിടുന്ന് ലഭിച്ച ഫോട്ടോസുകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള മാപ്പുകൾ, ഈ ദുരന്തം നടന്ന മേഖലയുടെ മാപ്പുകളടക്കം പരിശോധിച്ചിട്ടുണ്ട്. കൃത്യമായ വിവരം നൽകുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിന്റെ ഭാഗമായിട്ട് ഇതിനെ തുടർന്നായിരിക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മേഖലയിൽ ഇനി ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം, മറ്റുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ഏതായാലും വിദഗ്ധ സംഘം ഈ സ്ഥലം സന്ദർശിക്കുമെന്നാണ് നാം അറിയിച്ചിരിക്കുന്നത്. അത് ഏതായാലും അല്പസമയത്ത് ഒരു 10 മണിയോട് കൂടി തന്നെ ഈ വിദഗ്ധ സംഘം 5 അംഗ സംഘം ഈ മേഖലയിലെത്തും. അവർ പുഞ്ചിരിമട്ടം, ചൂരൽമല, അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പരിശോധിക്കും. ഇത്തരത്തിൽ ഇവർ നൽകുന്ന റിപ്പോർട്ട്, അതായത് ഇനി റെഡ് സോണായി ഈ മേഖലയെ മാറ്റണമെന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. കാരണം ഇനി അവിടെ വളരെ കുറച്ച് വീടുകൾ മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. അവയൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. നിലവിൽ ഇവിടേക്ക് തിരിച്ചു പോകാൻ ആളുകൾ താല്പര്യം അറിയിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയൊരു ദുരന്തത്തെ കൂടി താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഈ കേന്ദ്രങ്ങളിലേക്ക് അതായത് യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാതെ നിലനിൽക്കുന്ന വീടുകളിലേക്ക് ആളുകളെ മാറ്റിയാൽ അത് വലിയൊരു വിപത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വിദഗ്ധ സംഘത്തിന്റെ പരിശോധനകൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഇനി ഒരു അന്തിമ തീരുമാനം ഈ മേഖലയിലേക്ക് ഏത് തരത്തിൽ ആളുകളെ കയറ്റിവിടണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുകയുള്ളൂ. എന്നാൽ മന്ത്രി കെ രാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ മേഖലയിലേക്ക് ഇനി ഒരിക്കലും തന്നെ ആളുകളെയോ ഒരു തരത്തിലും കുടുംബങ്ങളെയോ താമസിപ്പിക്കില്ല എന്നാണ്. ഈ മേഖല റെഡ് സോണായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിനനുസരിച്ച് കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഈ സംഘത്തോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ദുരന്തബാധിത മേഖലകൾ ഈ സംഘം സന്ദർശിക്കുന്നത്. അതോടൊപ്പം തന്നെ ടൗൺഷിപ്പിനായി സർക്കാർ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തും ഈ സംഘം പരിശോധന നടത്തും. ഇവരുടെ പരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാക്കും സർക്കാർ ടൗൺഷിപ്പിനായി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ഈ പുനരധിവാസ കേന്ദ്രം ഒരുക്കുക.